വളരെ കുറഞ്ഞ പ്രൈസിന് വളരെ നല്ലൊരു ബൈക്ക്, വളരെ മൈലേജ് കൂടിയുള്ളൊരു ബൈക്ക്, അത്തരമൊരു വണ്ടിയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഇത് തീർച്ചയായും ഈ പ്ലാറ്റിനെ നോക്കി വെച്ചോളാം. 2026 സെപ്റ്റംബർ മാസം വരെ പേപ്പറുള്ള കിടുലുക്ക് എന്ന് പറഞ്ഞാൽ പുത്തൻ ലുക്കിൽ തന്നെ ഇപ്പോഴും ഇരിക്കുന്ന, ഇത്ര വർഷം പഴക്കമായിട്ടും കിടുലുക്കിൽ തന്നെ ഇരിക്കുന്ന ഈ വണ്ടി റീപെയിൻറ്റിംഗ് ഒന്നല്ലടാ. നിങ്ങൾ വന്ന് നോക്കുമ്പോൾ നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാവും. അത്ര സൂപ്പർ ആൻഡ് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കുന്ന ഈ വണ്ടി നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ വണ്ടിയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. വിശേഷങ്ങൾ കൂടുതൽ അറിയുന്നതിന് മുന്നേ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ഞെക്കി നമ്മളെ സപ്പോർട്ട് ചെയ്തോളൂ. 100 ലൈക്ക് നമ്മൾ ഇപ്രാവശ്യം ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ആ ടാർഗറ്റ് ഒന്ന് ഫില്ലാക്കാൻ നിങ്ങളും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നിലവിൽ ഇന്ത്യൻ വിപണിയിൽ ഏറ്റവും കൂടുതൽ മൈലേജ് വാഗ്ദാനം ചെയ്യുന്ന ബജാജിൻ്റെ പ്ലാറ്റിനയാണ്. ഏകദേശം കമ്പനിയൊക്കെ പറയുന്നത് 180-ൻ്റെ ഉള്ളിലൊക്കെ മൈലേജ് കിട്ടുന്നതാണ്. അപ്പോൾ അത്രയും മൈലേജ്, എന്തായാലും 80ഒക്കെ എന്തായാലും മൈലേജ് കിട്ടും. ആ ഒരു വണ്ടിയാണ് നമ്മുടെ കയ്യിൽ ഇപ്രാവശ്യം കൊടുക്കാനുള്ളത്. 2006 മോഡലാണെങ്കിലും 2026 വരെ പേപ്പർ ഉണ്ട് കേട്ടോ. അതും സെപ്റ്റംബർ മാസം വരെ പേപ്പറുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന ഒരു വണ്ടി മൈലേജ് നോക്കി നടക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. നിങ്ങൾ ഈ വണ്ടിയുടെ ലുക്ക് നോക്കി, എന്നൊക്കെ ഇഡ് ലുക്കല്ലേ, അടിപൊളിയായിട്ടിരിക്കുന്ന പൊളപ്പം വണ്ടി എന്ന് തന്നെ പറയാം. പെയിൻറ്റിങ്ങിൻ്റെ കാര്യത്തിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കും വേണ്ട, അത്ര സൂപ്പറാണ്. റീപെയിൻറ്റിംഗ് ഒന്നല്ല കേട്ടോ, അതിനെപ്പറ്റി ഒന്നും ടെൻഷൻ അടിക്കണ്ട. ഇതുമ്പോൾ ടച്ചപ്പ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടുമില്ല. പിന്നെ ഈ സൈഡൊക്കെ നോക്ക്, എവിടെയും യാതൊരു കുഴപ്പമില്ല. നിങ്ങൾ ഇത്രയും പഴക്കമുള്ള ഒരു വണ്ടിയാണ് ഇതെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റും. അത്യാവശ്യം ഏജ്ഡായിട്ടുള്ള ഒരു ചേട്ടൻ്റെ കയ്യിലിരിക്കുന്ന വണ്ടിയാണ്, സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇനി എന്തെങ്കിലും ഒരു കുഴപ്പം പറയണ്ടേന്ന് വിചാരിക്കുകയാണെങ്കിൽ ഇവിടെ സീറ്റ് കവറുമ്പോൾ ഒരു ചെറിയ സ്ക്രാച്ച് പോലെ ഞാൻ കണ്ടായിരുന്നു. അത് മാത്രമേ ഉള്ളൂ, അത് ഇപ്പോൾ കാണാനില്ലല്ലോ. നമുക്ക് അപ്പുറ സൈഡിൽ നോക്കാം. ഇനി ബാക്ക് ലുക്കൊക്കെ നോക്ക്, ഒരു കുഴപ്പമില്ല. ഇനി അതുപോലെ തന്നെ അലോയ് വീലുകളാണ്, രണ്ടും അലോയ് വീലുകളാണ്. ഇനി ടയറിനെ കുറിച്ച് പറയാൻ പറഞ്ഞു, 2 ടയർ കടും പുത്തൻ ടയറാണ് കേട്ടോ. അപ്പോൾ ഈ വണ്ടി സിംഗിൾ ഓണറാണ്, കടും പുത്തൻ 2 ടയറുകളാണ്. പിന്നെ ഒരു തരത്തിലും പെയിൻറ്റ് കാര്യങ്ങളൊന്നും നഷ്ടമില്ല. ഇനി വണ്ടി കാര്യങ്ങളൊന്നും നമുക്കൊന്ന് സ്റ്റാർട്ടാക്കി നോക്കാം. സ്റ്റാർട്ടാക്കിയിട്ട് അതിൻ്റെ സൗണ്ട് കാര്യങ്ങളൊന്നും നിങ്ങൾ തന്നെ കേട്ട് നോക്കാം. അപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് വിലയിരുത്തി നോക്കാടാ. എഞ്ചിനൊന്നും ഒരു അനക്കല്ലടാ. അതുപോലെ തന്നെ വാഹനത്തെക്കുറിച്ച് അല്ലെങ്കിൽ വീഡിയോയെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ചാനലിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് ചെയ്യാവുന്നതാണ്. തിരുത്തേണ്ട കാര്യങ്ങൾ ധൈര്യമായിട്ട് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ വാഹനം വിറ്റ് പോയി കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് കമൻറ്റ് ബോക്സിൽ അത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും, വിറ്റ് പോയി എന്ന് പറഞ്ഞിട്ട്. ഇനി സ്ക്രോൾ ചെയ്തിട്ടാണ് നിങ്ങളത് കാണുന്നെങ്കിൽ പോലും തമ്പനയിലിൻ്റെ അടിഭാഗത്തായിട്ട് നമ്മളത് വിറ്റ് പോയെന്ന് കാണുന്ന പോലെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഇനി നിങ്ങൾക്ക് ഫോട്ടോസുകൾ കൂടുതൽ കാണുന്നുണ്ടെങ്കിൽ അതിനും ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. കമ്മ്യൂണിറ്റി പോസ്റ്റിൽ നമ്മൾ 4 ഫോട്ടോസുകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഫോട്ടോസ് കാണണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ നോക്കാം. ഇൻഷുറൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ വീഡിയോ ചെയ്യുന്ന ഇന്ന് തന്നെ, അതായത് ആഗസ്റ്റ് 31-ാം തീയതി തന്നെ പുതിയ ഇൻഷുറൻസ് ആണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇനി ഇതിൻ്റെ ഒരു കംപ്ലയിൻറ്റ് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ട് സ്റ്റെമ്മിൽ, ആ സ്റ്റെമ്മിൻ്റെ ഭാഗത്തു നിന്ന് ചെറുതായിട്ട് ഓയിൽ ലീക്ക് ഉണ്ട്. ഇതാണ് അതിന് പറ്റിയൊരു കംപ്ലയിൻറ്റ് പറയാൻ. പിന്നെ ഈ പറഞ്ഞ സീറ്റ് കവറിൻ്റെ അവിടെ ഒരു ചെറിയൊരു പാച്ചും ഉണ്ട്. ഇത് മാത്രമാണ് ഇതിനുള്ളൊരു കംപ്ലയിൻ്റ് എന്ന് നെഗറ്റീവായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇത്രയും പഴക്കമുള്ളൊരു വണ്ടി ഇത്ര നീറ്റായിട്ട് കൊണ്ടു നടക്കുന്നൊന്നൊരു ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ ആ ചേട്ടൻ അത്രയും നന്നായിട്ട് നോക്കി നടക്കുന്ന വണ്ടിയാണ്. ആൾക്കിനി വണ്ടി ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ടാണോ, അത് കാറ് മേടിക്കണതുകൊണ്ടാണോ, ഇലക്ട്രിക് വണ്ടിയിലേക്ക് മാറുന്നതുകൊണ്ടോ എന്തോ ആണ് ആൾ വിൽക്കുന്നത്. സിംഗിൾ ഓണറായിട്ടുള്ള 2026 സെപ്റ്റംബർ മാസം വരെ പേപ്പറുള്ള 2 അലോയ് വീലുകൾ ഉള്ളത്, അതുപോലെ 2 പുതിയ ടയറുള്ളത്, പുതിയ ഇൻഷുറൻസ്, എൻജിൻ്റെ കാര്യത്തിൽ മുട്ടണ്ട കിടു സംഭവം. അങ്ങനെ ഇരിക്കുന്ന ഒരു കിഡിലോസ്കി വണ്ടി വെറും 16,000 രൂപ മാത്രമാണ് സെല്ലർ ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ ഈ 16,000 രൂപയ്ക്ക് നിങ്ങൾക്ക് വില പേശൽ നടക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ നടക്കില്ല എന്ന് തന്നെ ആൾ പറഞ്ഞാണ്. അപ്പോൾ ഈ 16,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത്രയും പറഞ്ഞ ഫെസിലിറ്റിയിലൊക്കെ ആയിട്ട് വണ്ടി കിട്ടും. അപ്പോൾ താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ വിളിക്കുക, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക. വിളിച്ചിട്ട് എടുക്കുന്നില്ലെങ്കിൽ പോലും ആൾ റിപ്ലൈ എന്തായാലും തരും. തിരിച്ച് വിളിച്ചോളും. നിങ്ങൾ വാട്സപ്പിൽ ഒരു മെസ്സേജ് ചെയ്തിട്ടാൽ മതി. അപ്പോൾ നല്ല വണ്ടി, നല്ല മൈലേജുള്ള കാര്യങ്ങൾ തപ്പി നടക്കുന്നവരുണ്ടെങ്കിൽ അതായത് നമ്മുടെ തൃശ്ശൂർ പുതുക്കാട് ഇരിക്കുന്ന വണ്ടിയാണ്. വേഗം വിളിച്ചോ. വണ്ടികൾ, നല്ല വണ്ടികൾ അല്ലെങ്കിൽ വിലയുടെ കാര്യത്തിൽ കുറവുള്ള വണ്ടികളൊക്കെ പെട്ടെന്ന് തന്നെ വിറ്റ് പോകാറുണ്ട്. നിങ്ങളുടെ എല്ലാം ലൈക്കും ഷെയറൊക്കെ കൊണ്ട് തന്നെയാണ് യൂട്യൂബ് മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തിക്കുന്നത്, എനിക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ നിങ്ങളെല്ലാവരും നന്നായി തന്നെ തുടർന്ന് സഹകരിക്കുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വാഹനത്തിൻ്റെ കിടിലൻ വിശേഷങ്ങളുമായി വരുന്നവരെ എല്ലാ വീട്ടുകാരോടും ബൈ ബൈ.